ബദ്ർ യുദ്ധത്തിന് വേണ്ടി സൊഫായി നിൽക്കുന്ന മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനവറുകളുടെ വലതുഭാഗത്ത് നിൽക്കുന്ന ചെറിയൊരു കുട്ടി തോണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല, ഈ അബൂജഹൽ എവിടെയാണെന്ന്. മഹാനവറുകൾ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്, ഈ കുട്ടിക്ക് എന്തിനാണ് അബൂജഹലിനെ അന്വേഷിക്കേണ്ട കാര്യമെന്ന്. മഹാനവറുകൾ ആ കുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്, അപ്പുറത്ത് കുറച്ച് തല മുതിർന്ന ഒരു മനുഷ്യനെ കാണുന്നില്ലേ, അയാളാണ് അബൂജഹൽ എന്ന്. ഉടനെ തന്നെ മഹാനവറുകളുടെ വലതുഭാഗത്ത് നിൽക്കുന്ന കുട്ടിയും ചോദിക്കുന്നു, അല്ല, ഈ അബൂജഹൽ എന്ന് പറയുന്ന മനുഷ്യൻ എവിടെയാണ്. മഹാനവറുകൾ ആ കുട്ടിക്കും അബൂജഹലിനെ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഈ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ യുദ്ധത്തെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും ഒക്കെ കുറച്ച് കരുത്തും വലുപ്പവും ഒക്കെ ഉള്ള ആളുകളായിരുന്നെങ്കിൽ എനിക്ക് ആ യുദ്ധത്തിന് കുറച്ചുകൂടെ കരുത്ത് കിട്ടുമായിരുന്നു എന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. പക്ഷേ അങ്ങനെ ആ കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തിനാണ് അബൂജഹലിന്. അവരെന്നോട് പറഞ്ഞു, ഞങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവൻ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവനെ വകവരുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അബൂജഹലിനെ അന്വേഷിക്കുന്നത്. ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അബൂജഹലിനെ പരിചയമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചതെന്ന്. ഇതുകൂടെ കേട്ടപ്പോ ആ ചെറിയ കുട്ടികളുടെ കരുത്ത് കണ്ടിട്ട് എനിക്ക് രക്തം പോലും തിളച്ചു പോകുന്നുണ്ട് എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്. അങ്ങനെ ബദ്ർ യുദ്ധം തുടങ്ങി ആ കുട്ടികൾ തന്നെ അബൂജഹലിനെ യുദ്ധത്തിൽ വെട്ടിവെട്ടുന്നു. ഏതായിരുന്നാലും നമുക്ക് നമ്മുടെ കഥാനായകനിലേക്ക് തിരിച്ചു വരാം. അബൂജഹലിന്റെ പുത്രനായ മഹാനായ ഇക്രിമ ഇബ്നു അബൂജഹൽ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ഈ ബദ്ർ യുദ്ധം കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച ഒരു മനുഷ്യൻ കൂടെയാണ് ഇക്രിമ എന്നവർ. കാരണം തൻ്റെ ഏറെ പ്രിയപ്പെട്ട പിതാവാണ് തനിക്ക് ബദ്ർ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പിതാവിനെ വധിക്കുവാൻ കാരണക്കാരനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ ഇക്രിമക്ക് ഏറെ ദേഷ്യം മൂത്തു വരുന്നുണ്ട്. എന്ത് വില കൊടുത്തും പ്രവാചകനെ ഇല്ലാതാക്കണം എന്ന ഒറ്റ ചിന്ത മാത്രമായി പിന്നീട് ഇക്രിമക്ക്. അങ്ങനെയാണ് അദ്ദേഹം ഉഹുദ് യുദ്ധത്തിലേക്ക് ശത്രുക്കളുടെ കൂടെ പോകുന്നത്. ആ ഉഹുദ് യുദ്ധത്തിൽ വലിയ നേതൃസ്ഥാനത്ത് തന്നെ ഇക്രിമ അലങ്കരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഉഹുദ് യുദ്ധത്തിന്റെ രണാങ്കളത്തിൽ ശത്രുക്കൾക്ക് നേരിയ വിജയമൊക്കെ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു വിജയം കഴിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചെത്തിയ ഇക്രിമയോട് അദ്ദേഹത്തിന്റെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, അല്ല ഇക്രിമ, ഇപ്പോ നിനക്ക് സന്തോഷമായില്ലേ, നമ്മൾ മുസ്ലിമീങ്ങളെ ഏകദേശമൊക്കെ പരാജയപ്പെടുത്തിയല്ലോ എന്ന്. അപ്പോഴും ഇക്രിമ പറയുന്ന ഒരു മറുപടി ഉണ്ട്, എനിക്ക് സന്തോഷമാകണമെന്നുണ്ടെങ്കിൽ എൻ്റെ പിതാവിനെ കൊല്ലാൻ കാരണക്കാരനായ പ്രവാചകൻ മുഹമ്മദിനെ കൊന്നാൽ മാത്രമേ ഞാൻ സന്തോഷവാനാകുകയുള്ളൂ എന്ന്. അത്രമേൽ ഇക്രിമയുടെ ദേഷ്യം രൂഢമൂലമായിരുന്നു അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ. അങ്ങനെ മാസങ്ങളും വർഷങ്ങളൊക്കെ കഴിഞ്ഞുപോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർവശക്തിയോടുകൂടെ മക്കയിലേക്ക് തിരിച്ചു വരുന്ന ഒരു സംഭവമുണ്ട് ചരിത്രത്തിൽ. എല്ലാ അധികാരങ്ങളും അന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലായിരുന്നു. യാതൊരു സൈന്യത്തിനും അതിജയിക്കാൻ കഴിയാത്ത വിധം പരിശുദ്ധ ഇസ്ലാം അന്ന് വളർന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെ കരുത്തറ്റ ഒരു സൈന്യവുമായിട്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് തിരിച്ചു വരുന്നത്. ആ സമയത്ത് ഇക്രിമ എന്നവര് ഏറെ പേടിച്ചു പോകുന്നുണ്ട്. കാരണം ഇന്ന് പ്രവാചകൻ മക്കയിലേക്ക് വന്നാൽ തന്നെ വകവരുത്തുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ ഇനി വെറും 3 മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, തൻ്റെ കൂടെയുള്ള ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് പ്രവാചകരുമായിട്ട് ഏറ്റുമുട്ടുക എന്നത്. പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധം ചെയ്ത് ജയിക്കുക എന്നത് ഒരിക്കലും പ്രായോഗികമല്ല എന്ന ഉത്തമമായ ബോധ്യം അന്ന് ഇക്രിമക്കുണ്ട്. പിന്നെ രണ്ടാമതൊരു മാർഗം എന്ന് പറയുന്നത് പ്രവാചകനെ നേരിൽ കണ്ടുകൊണ്ട് അവിടത്തേക്ക് കീഴടങ്ങി കൊടുക്കുക എന്നതാണ്. പക്ഷേ മക്കയിലെ പ്രമുഖനായ ശത്രുപക്ഷത്തിന്റെ നേതാവിന്റെ മകനായ ഇക്രിമയെ സംബന്ധിച്ചിടത്തോളം അതും ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. കാരണം മക്കയിലേക്ക് കടന്നു വരുന്ന പ്രവാചകർ അവിടെയുള്ള എല്ലാവർക്കും അവിടുന്ന് മാപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്തും തങ്ങൾ പറയുന്നുണ്ട്, 4 ആളുകളെ അവിടുന്ന് ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അവരെ എവിടെ കണ്ടാലും അവരെ കൊന്നുകളയണമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുയായികളോട് പറഞ്ഞ കൂട്ടത്തിൽ ആ 4 ആളുകളിൽ ഒന്നാമനായിരുന്നു ഇക്രിമ എന്നവര്. അത്രമേൽ തങ്ങളെ ബുദ്ധിമുട്ടിച്ച ഒരാൾ കൂടെയാണ് ഇക്രിമ എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയും.
അതുകൊണ്ട് തന്നെ പ്രവാചകരോട് കീഴടങ്ങിയിട്ട് പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുക എന്നതിനും ഇക്രിമക്ക് പ്രതിസന്ധികൾ ഏറെയായിരുന്നു. പിന്നീട് അവസാനത്തെ ഒരു മാർഗം എന്നത് മക്കയിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും നാട് വിട്ടു പോവുക എന്നതായിരുന്നു. അങ്ങനെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് ജീവിച്ചു തീർക്കുക എന്നൊരു മാർഗമേ പിന്നീട് ഇക്രിമക്ക് മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇക്രിമ എന്നവർ മക്കയിൽ നിന്ന് യമനിലേക്ക് നാട് വിട്ടു പോകുന്നുണ്ട്. ഏകദേശം അടുത്ത സമയത്ത് തന്നെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ വന്നു ചേരുന്നത്. ആ സമയത്ത് പ്രവാചകരുടെ ഈ ഒരു വിശാലമായ മാപ്പിന്റെ കാഴ്ചപ്പാടൊക്കെ കണ്ടിട്ട് ഒരുപാട് ആളുകൾ മനം മാറി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ വളരെ പ്രധാനമാണ് ഏതാനും ചില സ്ത്രീകളുടെ ഇസ്ലാമിലേക്കുള്ള കടന്നുവരവ് എന്നത്. അതിൽ പ്രധാനിയാണ് മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുവാൻ കാരണക്കാരിയായ ഹിന്ദ് എന്ന അബു സുഫിയാന്റെ ഭാര്യയുടെ ഇസ്ലാമിലേക്കുള്ള കടന്നുവരവ്. ഹിന്ദിനോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, മോളെ നീ എൻ്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ നീ നിന്റെ മുഖം മറച്ചിട്ട് വേണേ എൻ്റെ മുന്നിൽ കടന്നു വരാൻ. കാരണം എൻ്റെ പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിനെ എന്നെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരാൻ അതൊരു കാരണമാകും. ഹംസ റളിയല്ലാഹു അൻഹുമായിട്ടുള്ള എൻ്റെ ഓർമ്മ എൻ്റെ മനസ്സിനെ അത് വല്ലാതെ വേദനിപ്പിക്കും. അതുകൊണ്ട് നീ എൻ്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ മുഖം മറക്കണേ എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിന്ദിനോട് പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. അതുപോലെ തന്നെ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച ഈ ഹിന്ദിന്റെ അടിമയായ വഹ്ഷിയോടും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരത്തിൽ മുഖം മറക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. അതുപോലെ ഈ ഹിന്ദിന്റെ കൂട്ടത്തിൽ പ്രവാചകരുടെ അടുത്ത് വന്ന് ഇസ്ലാം സ്വീകരിച്ച ഒരു സ്ത്രീ ആയിരുന്നു ഉമ്മു ഹാത്തിം എന്ന് പറയുന്നവര്. അവര് ഇക്രിമ എന്നവരുടെ ഭാര്യയാണ്. അങ്ങനെ പ്രവാചകരുടെ അടുത്ത് വന്ന് ഇസ്ലാം സ്വീകരിച്ച ഉടനെ ആയിട്ട് അവർ തങ്ങളോട് ഒരു നിർദ്ദേശം ചോദിക്കുന്നുണ്ട്, നബിയെ, എൻ്റെ ഭർത്താവായ ഇക്രിമക്ക് അവിടുന്ന് അഭയം നൽകുമോ എന്ന്. ഉടനെ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇക്രിമക്ക് നമ്മൾ അഭയം കൊടുത്തിരിക്കുന്നു എന്ന്. ഇക്രിമ നിർഭയനാണ് എന്ന്, സുരക്ഷിതനാണ് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ശത്രുവായ ഒരു മനുഷ്യന് ഇത്രമേൽ വലിയ മാപ്പ് കൊടുക്കുക എന്നത് അത്ര അത്ഭുതകരമായ കാര്യമായിരുന്നില്ല. കാരണം അവർ കണ്ടും കേട്ടും വളർന്നത് ഈ ഒരു പ്രവാചകരുടെ വിശാലമായ മനസ്സിന്റെ സ്വഭാവത്തിന്റെ ഗുണങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവർക്കിത് സുപരിചിതമായിരുന്നു. പക്ഷേ ഉമ്മു ഹാത്തിമിന് അങ്ങനെ ആയിരുന്നില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെട്ടെന്നുള്ള ഈ ഒരു മാപ്പിന്റെ പ്രഖ്യാപനം ഉമ്മു ഹാത്തിമിനെ ഏറെ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. അവരുടെ വിശ്വാസത്തെ കൂടുതൽ രൂഢമൂലമാക്കുന്നതിന് ഈ ഒരു പ്രവാചകരുടെ മാപ്പ് കാരണമാകുന്നുണ്ട്. അവരുടനെ തന്നെ തൻ്റെ ഭർത്താവിനെ അന്വേഷിച്ചുകൊണ്ട് യമനിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ യമനിൽ തൻ്റെ ഭർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താങ്കൾക്ക് മാപ്പ് നൽകിയിരിക്കുന്നു എന്ന കാര്യങ്ങൾ അവിടെ ഭർത്താവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ ആ ഇക്രിമയും അത് കേട്ട് അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. അദ്ദേഹം മനസ്സിൽ പറഞ്ഞു പോകുന്നുണ്ട്, പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു മനുഷ്യനാണെന്ന്. അയാൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കുകയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ കണ്ടുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വരികയും ചെയ്യുകയാണ് മക്കയിലേക്ക്. മക്കയിലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന അബൂജഹലിന്റെ മകൻ ഇക്രിമ എന്നവര് പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന വാർത്ത മക്കയിൽ കാട്ടുതീ പോലെ പടരുന്നുണ്ട്. ആ സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിക്കുന്ന ഒരു പ്രവർത്തനമുണ്ട്. തൻ്റെ സ്വഹാബത്തിനെ മുഴുവനും കഅബയുടെ അടുത്തേക്ക് വിളിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്, സ്വഹാബ, ഇക്രിമ എന്നവര് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട് എന്ന വാർത്ത കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ആരും അദ്ദേഹത്തെ ഇനി മുതൽ കാണുമ്പോൾ കഴിഞ്ഞ കാലങ്ങളെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പ്രവർത്തനങ്ങളെയോ ഒന്നും ഓർമ്മിപ്പിക്കരുത്. അദ്ദേഹത്തെ ഒരിക്കലും പിതാവിലേക്ക് ചേർത്തിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കരുത് എന്നൊക്കെ തൻ്റെ അനുയായികൾക്ക് തങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. തങ്ങൾ പറയുന്നുണ്ട്, മരിച്ചവരുടെ പേര് പറഞ്ഞുകൊണ്ട് ജീവിച്ചവരെ പരിഹസിക്കുമ്പോൾ ഒരിക്കലും അത് മരിച്ചവരിലേക്കല്ല അതിൻ്റെ വേദന ചെന്ന് ചേരുക, ജീവിച്ചിരിക്കുന്നവരിലേക്കാണ് എന്ന് തുടങ്ങുന്ന ഉപദേശങ്ങൾ തൻ്റെ അനുയായികൾക്ക് തങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്ര സുന്ദരമായ കൺസെപ്റ്റാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കാണിക്കുന്നത് എന്ന് ലോകത്തിന് അവിടുന്ന് വായിച്ചെടുക്കാൻ കഴിയും.
അങ്ങനെ ഇക്രിമ എന്നവർ പരിശുദ്ധ ഇസ്ലാമിലേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉടനെ അവിടുന്ന് ഇക്രിമ എന്നവർ പ്രവാചകരുടെ കരം പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നബിയെ, ഞാൻ അങ്ങയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, അവിടുന്ന് എനിക്ക് അല്ലാഹു പുറത്തു തരാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണേ നബിയെ എന്നൊക്കെ. ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തും ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു യുദ്ധഭൂമിയിൽ തൻ്റെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ഒരു സ്വഹാബി കുറച്ച് വെള്ളവുമായിട്ട് വരുന്നുണ്ട്. ആ സമയത്താണ് ഇക്രിമ റളിയല്ലാഹു അൻഹു തൊട്ടപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കുന്നത്. അവിടെ തന്നെ പോലെ തന്നെ ഒരു കൂട്ടുകാരൻ യുദ്ധത്തിൽ മുറിവേറ്റുകൊണ്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ വെള്ളം തൻ്റെ കൂട്ടുകാരന് കൊണ്ടുപോയി കൊടുക്കാൻ ഇക്രിമ റളിയല്ലാഹു അൻഹു വെള്ളം കൊണ്ടുവന്ന ആളോട് പറയുന്നുണ്ട്. അവർ വെള്ളവുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അദ്ദേഹവും തൊട്ടപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ മറ്റൊരു സഹാബിയും മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ആ വെള്ളം കൊടുക്കാൻ വേണ്ടി ഈ സ്വഹാബി നിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെ വെള്ളം കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ നേരെ നീട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന് കൊണ്ടുപോയി കൊടുക്കണം, അദ്ദേഹമാണ് എന്നെക്കാൾ വെള്ളത്തിന് ആവശ്യമുള്ളവരെന്ന്. അങ്ങനെ വീണ്ടും ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് വെള്ളപാത്രമായി എത്തിയപ്പോഴേക്കും ഇക്രിമ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞിരുന്നു. ഉടനെ തന്നെ തൊട്ടപ്പുറത്തെ സഹാബിയുടെ അടുത്തേക്ക് വെള്ളവുമായി ചെന്നപ്പോൾ അദ്ദേഹവും ലോകത്തോട് വിട പറഞ്ഞിരുന്നു. മൂന്നാമത്തെ ആളുടെ അടുത്തെത്തിയപ്പോൾ ആ സ്വഹാബിയും ലോകത്തോട് വിട പറഞ്ഞിരുന്നു. 3 പേരും വെള്ളത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മരണത്തോട് മല്ലടിക്കുന്ന സമയത്തും തൻ്റെ കൂട്ടുകാരന് വെള്ളം കൊടുക്കൂ എന്ന വിശാലമായ കാഴ്ചപ്പാട് കാണിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുയായികളെ എങ്ങനെയാണ് അവിടുന്ന് പരിവർത്തനം ചെയ്തതെന്ന്, ഒരു മാലയിൽ കോർത്ത മുത്തുകളെ പോലെ തങ്ങൾ അവരെ മാറ്റിയെടുത്ത് ലോകത്തിന് കാണിച്ചു കൊടുത്തത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് സ്വഹാബത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും.